തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ തൃശൂർ പൂരം ചടങ്ങുകൾ മാത്രമായി പരിമിതപ്പെടുത്തിയേക്കുമെന്നാണ് അറിയുന്നത്. 13 പേരുടെ ജീവൻ നഷ്ടമായി മഹാദുരന്തത്തിന് തൊട്ടു പിന്നാലെ ആഘോഷങ്ങൾ നടത്തുന്നത് ശരിയല്ലെന്നൊരു പൊതുവികാരത്തെ തുടർന്നാണ് വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രധാന ആഘോഷങ്ങൾ ഒഴിവാക്കാൻ ചടങ്ങുകൾ മാത്രമായി നടത്താനും ആലോചന നടക്കുന്നത്. പൂരത്തിന്റെ ആവേശമായ സാമ്പിൾ വെടിക്കെട്ടും പ്രധാന വെടിക്കെട്ടും ഇത്തവണ ഉണ്ടാകില്ലെന്ന് തന്നെയാണ് സൂചനകൾ. ഇന്നലെ മുണ്ടത്തിക്കോട് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന പുരകളിലാണ് സ്ഫോടനമുണ്ടായത്. തിരുവമ്പാടി വിഭാഗത്തിന് പൂരത്തിന് ഉപയോഗിക്കാൻ ഇനി വെടിക്കെട്ട് മരുന്നുകൾ കൈവശമില്ലാത്തതും ഈ ആഘോഷങ്ങൾ വെട്ടിക്കുറക്കാൻ ഒരു കാരണമാണ്. അതേസമയം പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രി ഉള്ളത് പാലക്കാടാണെങ്കിലും ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് നടത്തുന്നതിനോട് ജനങ്ങൾക്കും ദേവസ്വങ്ങൾക്കും താല്പര്യമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഇന്ന് നിർണായകമായ യോഗം ചേരുന്നു. ദുരന്തത്തിൽ മരിച്ചവരോടുള്ള ആദര സൂചകമായി ആനയെഴുന്നള്ളിപ്പും മേളങ്ങളും പരിമിതപ്പെടുത്തി ആചാരപരമായ ചടങ്ങുകൾക്ക് മാത്രം മുൻഗണന നൽകാനാണ് നിലവിലെ തീരുമാനം. വെടിപ്പുരയ്ക്ക് ഫയർ സേഫ്റ്റി ലൈസൻസ് ഇല്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ പൂരത്തിന്റെ വെടിക്കെട്ടിന് അനുമതി നൽകുന്ന കാര്യത്തിൽ സർക്കാരും കർശനമായ നിലപാടിലാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം പൂരം ആഘോഷങ്ങൾക്കായി മാറ്റിയിരുന്ന തുക ഈ ദുരന്ത ബാധിതരെ സഹായിക്കാനായി ഉപയോഗിക്കണമെന്ന ഒരു നിർദ്ദേശവും ഉയർന്നു വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ നടന്ന ദാരുണമായ ഈ സ്ഫോടനം നമ്മളെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുക എന്നത് ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച ജോലികളിൽ ഒന്നാണ്. അതേപോലെ വളരെ കർശനമായ ചില നിയമങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. ഇന്ത്യയിലെ എക്സ്പ്ലോസീവ് ആക്ട് ഒക്കെ ലോകത്തിലെ തന്നെ ഏറ്റവും കർക്കശമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. എന്നാൽ അപകടങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ ഈ നിയമങ്ങളിൽ ഒന്നുപോലും പാലിച്ചിട്ടുണ്ടാകില്ല. അത് അന്വേഷിച്ചാൽ മനസ്സിലാകും. കാരണം ഇത്രയും കടുത്ത നിബന്ധനകളാണ് ഒരു പടക്ക നിർമ്മാണശാലയ്ക്കുള്ളത്. ഈ പടക്കങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലത്ത് ഒരു ആണി പോലും ഇരുമ്പിൻ്റെതായിട്ട് ഉണ്ടാകരുത്. കസേരകളോ ബെഞ്ചുകളോ ഒന്നും തന്നെ ലോഹം കൊണ്ടുള്ളത് പാടില്ല. കാരണം ഈ ലോഹങ്ങൾ തമ്മിൽ തട്ടി ഉരസിയാൽ ഉണ്ടാകുന്ന ഒരു തീപ്പൊരി മതി ഒരു പ്രദേശത്തെ ആകെ കത്തിച്ചു കളയാൻ. അതേപോലെ തൊഴിലാളികൾ സിന്തറ്റിക് വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. 100% കോട്ടൺ വസ്ത്രങ്ങൾ മാത്രമേ പാടുള്ളൂ. സിന്തറ്റിക് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വെടിമരുന്നിന് തീപിടിക്കാൻ കാരണമാകും. ഈ വസ്ത്രങ്ങൾക്ക് പോക്കറ്റുകൾ പോലും പാടില്ല എന്നും നിയമത്തിൽ പറയുന്നുണ്ട്. ഈ പടക്ക നിർമ്മാണശാലയുടെ തറ വൈദ്യുത ചാർജിനെ ഭൂമിയിലേക്ക് കടത്തിവിടുന്ന തരത്തിലുള്ളതാകണം. പുറത്തുനിന്ന് ആരുടെയെങ്കിലും ചെരുപ്പിൽ പറ്റി വരുന്ന ഒരു മണൽത്തരി മാത്രം മതിയാകും ആ കർഷണം വഴി തീപിടുത്തമുണ്ടാക്കാൻ. മറ്റൊരു പ്രധാന കാര്യം ഈ നിർമ്മാണശാലയ്ക്കുള്ളിലെ താപനില 38 ഡിഗ്രി സെൽഷ്യസിൽ കൂടാൻ പാടില്ല എന്നതാണ്. അതിലും കൂടിയാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കണം. കേരളത്തിൽ ഇപ്പോഴുള്ള കടുത്ത ചൂട് പലപ്പോഴും 38-ന് മുകളിൽ പോകാറുണ്ട്. ഒരു ഷെഡിൽ ഒരേ സമയം 2 മുതൽ 4 വരെ ആളുകൾ മാത്രം ജോലി ചെയ്യാൻ പാടുള്ളൂ. സ്ഫോടനം നടന്നാൽ ആളപായം കുറക്കാനാണ് ഈ നിയമം. കൂടാതെ വെടിമരുന്നിന്റെ അളവും കൃത്യമായി ലൈസൻസിൽ പറയാറുണ്ട്. ഇതൊന്നും പാലിക്കാതെ വരുമ്പോഴാണ് ദുരന്തങ്ങളുടെ ആഴം വർദ്ധിക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടർ വരെ അപകടരഹിതമായി പ്രവർത്തിക്കുന്ന ഇക്കാലത്ത് പടക്ക നിർമ്മാണം 19-ാം നൂറ്റാണ്ടിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് ഉടനെ നിർത്തലാക്കേണ്ട ഒരു കാര്യമാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വെടിക്കെട്ട് ഭംഗിയായി നടത്താൻ കഴിയണം. പല രാജ്യങ്ങളിലും വെടിക്കെട്ട് കണ്ണിന് കുളിരേകുന്ന ഒരു കാഴ്ചയാണ്. എന്നാൽ നമുക്ക് അത് ചെവി പൊട്ടിക്കുന്ന ശബ്ദത്തിൽ തന്നെ വേണം എന്നത് നിർബന്ധമാണ്. അങ്ങനെ പടക്കം പൊട്ടി കുറെ കുഞ്ഞുങ്ങൾ കരയുമ്പോഴാണ് ഇവിടെ വെടിക്കെട്ട് ഗംഭീരമായി എന്ന് പലരും പറയുന്നത്. ഭക്തിയും മതവും തലക്ക് പിടിച്ച അഭ്യസ്തവിദ്യരെന്ന് അഭിമാനിക്കുന്ന കേരളത്തിലെ സമൂഹം ലോകത്തിന് മുന്നിൽ ഇത്തരം വെടിക്കെട്ട് ദുരന്തങ്ങൾ വരുമ്പോൾ അപഹാസ്യരായി മാറുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന ആരാധനാലയങ്ങളിൽ ആനയെ എഴുന്നള്ളിപ്പും വെടിക്കെട്ടുമൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഈ ക്ഷേത്രങ്ങളിലെ ദൈവങ്ങൾ വിചാരിച്ചാൽ ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല. അവർക്ക് അതിനുള്ള ഒരു തരത്തിലുള്ള ദിവ്യശക്തിയുമില്ല. പക്ഷേ നമ്മൾ മനുഷ്യർക്ക് അത് കഴിയും. ഇത്തരം ആവശ്യമില്ലാത്ത ആചാരങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ മതി.